Cut it. Hello guys, welcome back to my channel. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. 1 2 3 4 ഇന്ദ്രരട്ടം. ഐ ഇന്ദ്രരട്ടം. തട്ടല്ല കറിയില്ല അത് ഞങ്ങൾ എത്തി. ഗായ്സ് റോഡ് നോക്കൂ, കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മൾ പോകുന്നത് അഡ്വഞ്ചർ. ഞാൻ പറയാം ഗൈസ്, നമ്മളെ കാണണ്ടേ? കാണണ്ട റോഡ് കണ്ടാൽ. ഗൈസ് ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് റോഡ് കൂടെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും വണ്ടി അധികം വരാറില്ല എന്നാണ് നമ്മുടെ മുന്നിൽ നടക്കുന്ന ചേച്ചി പറഞ്ഞത്. പക്ഷെ ഇതുവരെ കേട്ടില്ല. വാർഡ് മെമ്പർ സോറി. അതന്നെ നമുക്ക് ജീപ്പോ എന്തോ കൊണ്ടുവന്ന ഒരു ബ്രേക്ക് കിട്ടുന്നില്ല. ഇതിലെ വഴി കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഒരു താറോ ഉണ്ടെങ്കിൽ സെറ്റാണ് റോഡ്. ഇതിലെ വണ്ടി പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ അഫ്ലഹ ഏറ്റവും മുമ്പിൽ ആട്ടുംകുട്ടി. അതാ ആട്ടുംകുട്ടി കഴിഞ്ഞ അടുത്തുണ്ട്. ഈ കാടിൽ കുറെ ജീവികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. രാത്രി ആവുമ്പോൾ ഇവിടെ ആനകളും ഒക്കെ ഇറങ്ങാറുണ്ട്. കാട്ടുപോത്തും മിൻഹാജ് പോത്തൊക്കെ ഇറങ്ങാറുള്ളതാണ്. അത് അടിപൊളി വ്യൂ ആണ്. നോക്കൂ, ഷഹലും 3 പെണ്ണുങ്ങളും നടക്കുന്നു. ഞാളോ അതാ ഞാള് വരുന്നുണ്ട്. സ്ലാങ് വ്യത്യാസമുണ്ട് ഗൈസ്, നമുക്ക് ഉൾക്കൊള്ളാൻ. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. ആയുർവേദം എന്തോ സാധനമൊക്കെ എന്തൊക്കെ കീസൊക്കെ ഉണ്ട്. ആഴ്ചയൊക്കെ കൊയിങ്ങി അങ്ങ് എത്തിയിട്ടുണ്ട്. ഈ വഴി കണ്ടിട്ട് കുറെ ആളുകൾ നടക്കുന്ന വഴിയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടല്ല കേട്ടോ ഗൈസ്. നമ്മൾ നമുക്ക് നമ്മളെ ഭാഷ പറഞ്ഞ പോരെ. അതുകൊണ്ട് ഇങ്ങനെ ശുദ്ധ മലയാളം പറയണ്ടല്ലോ. ഞാൻ എന്റെ അല്ലെങ്കിൽ ഓഫായിട്ടാ. തങ്ങളെ ഈ വഴിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വഴി ഇതൊരു അപകടം പിടിച്ച വഴിയാണ്. ഉണ്ടടാ ചാർജാ.
9%. അതിനോട് ഓഫാക്കി വെച്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നു താഴ്ത്തിനെടുക്ക് ഓഫ് ചെയ്ത്. നമ്മൾ പോകുന്ന വഴി കുറച്ചു ചെറുതാണ് ഗൈസ്. വഴി തെറ്റി പിന്നെയും ഗൈസ്. ഈ മുന്നേ എടുക്ക് ഞാൻ പറഞ്ഞോളാം. ഗൈസ് വഴി നോക്കൂ. നമ്മളിപ്പോ കാട്ടിനുള്ളിൽ കൂടെയൊക്കെയാണ് കേസ് പോകുന്നത്. ഇവിടെ മുള്ളൊക്കെ ഉണ്ട്. ഓ ആയിഷ പറഞ്ഞത് നമ്മൾ കേൾക്കണം. നീ നോക്കി എന്റെ വീഡിയോ ഒന്നും കാണില്ല. ഇത് നോക്കി ഇത്രയും വലിയ പർദ്ദയൊക്കെ ഇട്ട് നടക്ക് മുന്നോട്ട്. ഗൈസ് നമ്മൾ വഴി നോക്കൂ ഗൈസ്. നമ്മൾ മറ്റേ ഇവിടെ സ്കൂളിൽ പോകുന്ന വയ്യാണ് ഇതിന്റെ വെള്ളമൊക്കെ വച്ചാൽ ഇപ്പൊ കറക്കാവും. ഇങ്ങനത്തെ വയ്യൊക്കെ സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വയ്യിലെ കൂടെ പോകണേ. ഗൈസ് ഈ വഴി നോക്കൂ. നമ്മൾ ഗൈസ് ഇത് നോക്കൂ. നല്ലോണം ഇത് കുറുക്ക്. നമ്മൾ സ്കൂളിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഒന്നും പറയല്ല. You guys know English? English guys, what about Chandni Kumar, right? Yeah. And excuse me, after a very long period of consultation, consideration and confirmation, I came to the conclusion that London matriculation examination is a botheration to the young generation whose main occupation is cultivation. But annotations are the beer botherers of Indian nation. You know why? പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ചാന്ദിനി കുമാരി. കാശിനാഥോ അന്നെന്താടാ കാർത്തിക് രതീശോ അതെയോ അഭിജിത്ത് കെ വി ശ്രീദേവ് ധ്യാൻ കാർത്തിക് എം ആർ സനന്ദ വിജയൻ സിജേഷ് വന്നോ ഗൈസിന്റെ മക്കള് എൻ്റെ മക്കളല്ല സ്കൂളിലെ മക്കൾ. പേരറി വ്ളോഗിൽ വരും. ഈ ഒരു വട്ടം പറഞ്ഞു അല്ലേ? എൻ്റെ പേരെന്തേനു? ആ മംഗൾദാസ്. Come on guys. ഗൈസ് ഇവിടെ ഫുൾ നല്ല ആംബിയൻസ് ആട്ടോ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ യു ഗൈസ് നിങ്ങൾ കാണുന്നതാ ഇതിനപ്പുറത്ത് മല ആണ്, നല്ല സീനറി ഒക്കെ ആണ്. ഓക്കെ നമുക്ക് കുറച്ച് ഇതിൻ്റെ ബാക്കോട്ടിലേക്ക് പോകാം. കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് റെഡിക്ക് കാണാൻ പറ്റില്ല. യു ഗൈസ് അൺബിലീവബിൾ മലാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോന്ന് ഐ ഡോണ്ട് നോ. ഇതാണ് സ്കൂളിലെ ബാക്ക് ഭാഗം. കുട്ടികൾ അത്ര സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. പല വാല വര വര തൊലി നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാനും നിങ്ങളൊക്കെ ഒന്ന് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ പാട്ട് പാടുന്ന കുട്ടികളുണ്ടോ? പാടുവോ? ഒരു പാട്ട് പാടി തരുമോ? ആ മോന്റെ പേരെന്താ? അർജുൻ നാരായണൻ.
കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ നാടു കടന്ന പൂമ്പാറ്റേ തേടുതരാം കാടുതരാം കണ്ടുപഠിച്ചോളൂ ഏതാണെന്ത് ദിസ് ഈസ് കോൺഫിഡൻസ്. കാക്കേ കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു വിശന്നു കരയൂരേ കുഞ്ഞേ കുഞ്ഞേ ആ നീ തരുമോ? उड़जा काले कावा तेरे मुंह बिच कन पावा मेरा तू संदेशा मेरा मैं सत के जावा बाहों में फिर झूले कर गए पक गए मिठिया छोटी सी एक जिंदगी था रास्ता लंबिया लंबिया उम्र आजा जिंदगी ओ घर आजा परदेसी तेरी मेरी एक जिंदगी. ചാന്ദിനി കുമാരി നല്ല കുമാരിയല്ലേ? കാണാൻ നല്ല മൊഞ്ചില്ലേ? കുമാരിയല്ലേ? ആ പൈസ നോക്കിയേ. മൊഞ്ച് എന്ന് പറയുന്നതാ മൊഞ്ച്. ആ ഇവിടെ കേട്ടോ. മൊഞ്ച് എന്ന് പറയുന്നതാ അവളുടെ പേരിൽ വക്കാണം വിവരമറിഞ്ഞു മൃഗരാജൻ വനസഭ കൂടി തിരുവമ്പിൽ കുളം ഓന് വെച്ചാണ് കര കുളം കര കുളം കര കുളം കര കര കുളം 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 എല്ലാവരും കണ്ണടച്ചിരിക്കുക. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അപൂർവ അനുഭവത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പം 5 മിനിറ്റ് നിങ്ങളെ ഞാൻ ലോകത്ത് കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോഴേക്ക് ഇങ്ങോട്ട് വന്ന ആളായിരിക്കില്ല. എടാ ക്യാമറക്കൊരു ഹായ് കൊടുക്കൂ. ഹലോ, നീ എവിടെന്നാണ് വന്ന മരഭൂതം? അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാനാസുര ഡാമിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് ബാനാസുര ഡാം? അതിന് നീ കനികാമേനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടു. ഞാൻ തന്നെയാടാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് കാണുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്നത് ഇതാണ് ബാണാസുര ഡാം കാണാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാ. അതാ അതും എന്റെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മണി നിൽക്കുക. ഹലോ ഹലോ ഹലോ, എവിടെയാ? ഹായ് ഹായ് ബൈ. ഓ മൈ ഗോഡ്,
പ്രിൻസ് ഉണ്ടെന്ന് ബിരിയാണി തേച്ചു. വേറെ വ്ളോഗ്. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഒരു അനുഭവമാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഡാമുകൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായി കയറേണ്ടതാണ്. ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് നമ്മളോട് നേരത്തെ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തെറിപ്പിച്ച് എല്ലാവരും അങ്ങോട്ട് കറങ്ങാൻ പോയതാണ്. ആ ടൈമിന് നമ്മളത് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. 40 റുപ്യാണ് ഇതിൻ്റെ വില എന്നൊക്കെ പറയണേ. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് പരിപാടി പ്ലാൻ ചെയ്യുന്നതാണ്. അതിൽ നിന്ന് എത്രയും ബെറ്റർ ആയ ഒരു ഇതാണ് നമ്മൾ അപ്ലോ. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ അറിയില്ല, ഒന്ന് തിന്നാണ്ട് കിട്ടിയതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം. ടേസ്റ്റ് പറയും. കുഴപ്പമില്ല, ബട്ടർ സ്കോച്ച് ആണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. നിങ്ങൾ പോയ റോഡിന് നേരെ ഓപ്പോസിറ്റുള്ള റോഡ്. മിസ്സേ ഒന്നും വിചാരിക്കരുത്, അറിയാണ്ട് വാങ്ങിച്ചു പോയതാ. ഇതുകൊണ്ട് പൊരുത്തപ്പെടണം. ഇത് കാണുമ്പോ മിസ് വിചാരിക്കും വാങ്ങിച്ചെന്നില്ലാന്ന്. എനിക്കിത് സഹിക്കാൻ വയ്യ. ഒരു രസം. മിസ്സിന് ചിരിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? സന്തോഷം കൊണ്ട് പുളകിതമാകണം. പിന്നെ ഇത് യൂട്യൂബ് ചാനലിൽ കേട്ടണം ഞങ്ങൾ എന്ന് പറയുന്നില്ല, എന്നാലും കേറ്റാ നമ്മള് ഐ എണ്ണേണ്ടി വരും. ഷാനിബിന്റെ SH.ANIB. ഓക്കെ, ഫോളോ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, വലിയ നിൽക്കണം. S.AFFVN. അഫ്ലുണ്ട് A.AFFLU. അഫ്ലു അല്ല, അന്നാ അഫ്ലു അല്ല അഫ്ലഹ്. മിസ്സേ ഒന്നും വിചാരിക്കരുത്, നുണക്കരുത്. മിസ് ഇതതിന് ഫുള്ള് കാണല്ലോ. ആണോ? ഇതിപ്പോ ചുരുക്കി പറഞ്ഞ നമ്മൾ തന്നെ ഇന്നത്തെ വ്ളോഗ് മൊത്തം കൈകാര്യം ചെയ്തേ ഗൈസ്. അപ്പോ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂന്റെ റിവ്യൂ ഒരു 50 വേണ്ട, ഒരു 49% നമുക്ക് തന്നാൽ മതി, ലാഭം തന്നാൽ. തരണോന്ന് ഞങ്ങൾ പറയില്ല, ഫുള്ള് എന്നാലും നമ്മൾ അല്ല തരണം എന്തായാലും പറയുന്നുണ്ട്. 51% സെൽവ മിസ്സിനുള്ളതാ. ഈ ചാവിടിച്ചാലോ ഇതിലോ മിസ് ഇതൊക്കെ കാണുന്നുണ്ടോ? ചൂട് ചാവിടിച്ചൊക്കെ ഉണ്ടോ മിസ്? ലൈഫൊക്കെ പിന്നെ ഓരോ ദിവസം പോയപ്പോ തന്നെ നമ്മളെ സാറ് പറയുന്നത് വർത്താനാണിത്, നമുക്ക് കയ്യിലില്ല. ഒരു ദിവസം ഇടക്കിടക്ക് ഓരോരോ പോയി അടുപ്പത്തിട്ട്. ഇതിന്റെ ഇടയിൽ നാളെ എക്സാമും എന്ത് ചെയ്യാം നമ്മളൊക്കെ ഒരു അവസ്ഥ കണ്ടോ? എന്ത് ചെയ്യും അല്ലയ്യ. രണ്ടാളൊക്കെ ആടണോ?